എന്നാ പിണങ്ങട്ടോ പിണങ്ങ എപ്പോഴും അടങ്ങി കൊടുക്കാൻ കഴിയില്ല. അയ്യോ, അത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫൈലുഹുന്ന. വല്ല തെറ്റും കുറ്റും പിണക്കവും നമ്മൾ ഭയപ്പെടുകയാണെങ്കിൽ നമ്മൾ ആദ്യമായി ഉപദേശിക്കുക. പെണ്ണുങ്ങളോട് ഭർത്താവ് ചിലപ്പോൾ നിങ്ങളെ ഉപദേശിക്കാൻ നിങ്ങളെ ഭർത്താവ് വിളിക്കലുണ്ടോ? നമുക്കിന്നൊന്ന് ബീച്ചിൽ പോവുക, ആരും വേണ്ട, കുട്ടികളൊക്കെ കിടക്കട്ടെ, അവർക്കൊക്കെ പണി ഏൽപ്പിച്ച് എല്ലാവരും പഠിച്ചോളി, വരുമ്പോൾ നിങ്ങൾക്ക് ഷവർമ കൊണ്ടുണ്ട് മറ്റേ കൊണ്ടുണ്ട് പോവുക. അത് എന്തിനാ വെച്ചാൽ നന്നാകാൻ വേണ്ടിയിട്ട് കുറെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വാക്കുകളും ദുഃഖങ്ങളും പരിവട്ടങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്കൂട്ടറിന്റെ ബാക്കിൽ കെട്ടി കൊണ്ടുപോയി ബീച്ചിൽ കൊണ്ടുപോയി ഇരുത്തി. ആദ്യം തന്നെ എന്നാ നിങ്ങൾ പറഞ്ഞോളി കേക്കാം. അപ്പൊ അയാള് അങ്ങനല്ല, പിന്നെ എങ്ങനെയാ? അല്ല, നീ ഒരു സൗമ്യമായി കേൾക്ക. എനിക്ക് സൗമ്യമൊക്കെ എത്രേ കഴിയുള്ളൂ. ഞാൻ കുറെ സൗമ്യമായി നിന്നതിന്റെ അനുഭവമാണ്. അപ്പൊ അയാൾ എന്താ കയറിക്കോ, ഒരു മതി വിട്ട വണ്ടി. അതിനിടയ്ക്ക് ചിലപ്പോ കടല വിൽക്കുന്ന കുട്ടികളൊക്കെ വരും, കടലക്കാരൻ്റെ ഒരാട്ടും. ഇവിടെ കടല് ഓന്റെ മനസ്സിൽ കടലടിക്കാൻ തുടങ്ങുമ്പോഴോ കടല വിൽക്കാൻ വന്നത് അല്ലേ. ചിലര് ഇങ്ങനെ ബീച്ചിലേക്കൊന്നും പോകില്ല, പകരം വീട്ടിൽ തന്നെ കസേരയൊക്കെ എടുത്തിട്ട് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി അപ്പുറം ഇപ്പുറം കസേരയൊക്കെ ഇട്ടിരുന്ന് എന്നാ പറഞ്ഞോ. അപ്പൊ ചിലപ്പോ അയാൾ പറയും, നീ ഇന്നാള് ചെയ്ത് തെറ്റാണ്, അന്ന് അവിടെ കല്യാണത്തിന് പോയപ്പോ എന്റെ വീട്ടുകാരോട് ചെയ്ത വർത്താനം പറഞ്ഞാൽ വർത്താനൊക്കെ തെറ്റാണ്, അപ്പൊ നിങ്ങളെ ബാക്കിയുള്ളവരൊന്നും പറഞ്ഞൊന്നുമില്ല, അത് കേട്ട് പറയാം ആദ്യം എന്ന് പറഞ്ഞിട്ട് അയാളെ കൗണ്ട് ചെയ്തിട്ട് പരാജയപ്പെടുത്തുക. ഇവിടെ ആരാ പരാജയപ്പെടുക? ഞങ്ങളാ. അയാളെ പരാജയപ്പെടുത്തുക, ഞങ്ങളാ പരാജയപ്പെടുക കേട്ടോ. എന്നിട്ട് ആ വർത്താനം പൂർത്തീകരിക്കാണ്ട് മതി ഭർത്താനം നിർത്തിക്കാളി, കട്ടഞ്ചായും വേണ്ട കടലക്കയും വേണ്ട, തിന്നൂടി ഞാൻ പോകാറ് എണീച്ച് പോകുന്നുണ്ട്. ഇയാളെ